കയ്യക്കിപ്പോ മതി. നമുക്കിനി തോട്ടി തപ്പി പിടിക്കണം കേട്ടോ. എറിഞ്ഞു പൊട്ടിക്കാനാ? ഏയ് അത് വേണ്ട. ഹലോ മൈ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നൊരു പണി ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ എൻ്റെ പൂച്ചൂട്ടി തന്ന പണിയാണ്. ആരെന്ന് വെച്ചാൽ കേട്ടോ ഈ കഴിക്കാൻ സാധനം തന്ന പണിയാട്ടോ ഹൈറു. അപ്പോൾ ഏതായാലും വണ്ടിയുടെ മുകളിലുണ്ട മൂത്രക്കുളമാക്കിയിരുന്നുണ്ട്. വണ്ടിയുടെ മുകളിൽ നിറച്ച് മൂത്രം വെച്ചാൽ അതുപോലെ ഇതിൻ്റെ തുണിയിൽ ഒക്കെ മൂത്രം വെച്ചിട്ടാണ്. ഇനി നമുക്ക് വണ്ടി നന്നായിട്ടൊന്ന് കഴിക്കണം. എന്താ വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ ഇന്ന് നമ്മളിതാ വെറൈറ്റി ഷാമ്പു ഇറക്കിയിട്ടുണ്ട് സാധാരണ പോലെ. പിന്നെ നമ്മുടെ കൂടെ നിന്ന് സിനാണ്ടിട്ടാ. ഇവരാണെങ്കിൽ ഉണ്ടല്ലോ സ്കൂൾക്ക് പോയിട്ടില്ലെന്ന്. നീ ഷാമ്പുവിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത്? ഷാമ്പുവിനെ കുറിച്ചിട്ടൊന്നും പറയാനൊരു പതില്ല അധികം. ഈ ഷാമ്പു പതില്ല എന്നിട്ടോ ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അറിയണം ഈ ഷാമ്പു പതില്ലാന്ന്. അവൻ പറയുന്നത് മറ്റേ ഷാമ്പു വാങ്ങിച്ചാൽ മതി എന്നാട്ടോ പറയണേ. അപ്പോൾ ഏതായാലും ഇക്കും പനി സിനാനും പനി, അതാണ് സൗണ്ടൊക്കെ മാറിയൊക്കെ കിട്ടാ. പനി കുറച്ച് വന്നപ്പോൾ ഞങ്ങൾ വീണ്ടും കുളത്തിൽ പോയി ചാടിയതാ. അപ്പോൾ വീണ്ടും പനി പിടിച്ച്. അപ്പോൾ ഏതായാലും നമുക്കിത് ആദ്യം വണ്ടി ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇറക്കി നിർത്താട്ടോ. ഇത് വണ്ടി നമ്മൾ ഇവർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഇവിടെ നിറച്ച് മൂത്രമാണ്. ആള് മൂത്രം നിറച്ച് നമുക്ക് ഏതായാലും വണ്ടികളെ കണ്ട ഇവിടെ ഒക്കെ ആള് കുളാക്കിയിട്ട് വന്നേക്കാട്ടോ. ഏതായാലും വണ്ടിയുടെ മുകളല്ലേ നല്ല ചളിയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് വെള്ളത്തോട് നന്നായിട്ട് കഴുകാട്ടോ. അതിന് ശേഷം ഷാമ്പുട്ട് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. തുണി ഇട്ടിട്ട് അതിന് ഇതാണ് നമ്മൾ വണ്ടി യൂസ് ചെയ്യുന്ന തുണി ഇട്ടത്. വെള്ളം വണ്ടിയുടെ മുകളിൽ നന്നായി വയ്ക്കുക. നന്നായിട്ടേ ഉറച്ച് കഴിച്ചിട്ട് കിട്ടണം. ഉറച്ച് ചളി വണ്ടിയുടെ മുകളിലൊക്കെ ഇത് കഴുകിയിട്ട് കുറച്ചായി. അതുപോലെ നമ്മളിതാ ഷാമ്പു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷാമ്പു നിങ്ങൾക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഷാമ്പു വായിക്ക് പോയി. ഇനി നന്നായി നമുക്ക് പതപ്പിച്ചെടുക്കണം. ഇത് മതിയില്ലേ? ഷാമ്പൂന് സുഖമില്ലാത്ത ഷാമ്പൂ കേട്ടാ. വായിക്ക് പോയപ്പോ പക്ഷെ നീല കളറാവുന്നു അല്ലേ? നമുക്ക് തുണി എടുക്കണം. അതെ മുകളിലാക്കിയിട്ട് പിന്നെ അടിയിലൊക്കെ വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലം ഒരു വണ്ടി കഴുകാനും തോന്നില്ല നമുക്ക് ഇന്ന്. പക്ഷേ മൂപ്പയാൽ മുന്നേ കാര്യം മഴ കഴുകുക. നമുക്ക് ദേഷ്യം വന്നിട്ടാണേ പുറത്ത് കൂടാത്ത കാരണേ പുറത്ത് വിട്ടാ പിന്നെ വണ്ടി മൂടി. നമുക്കേ വണ്ടി നയിക്കണ്ട. ഇവിടൊക്കെ കുറച്ച് ചളി കേട്ടോ. നമ്മളവിടുത്തെ പാടത്തിൻ്റെ അതിന് റോട്ടിൽ കൂടെ പോയിട്ടാ വണ്ടിയുടെ പരിപ്പൊക്കെ ഇളകി. അപ്പോൾ ഫ്രണ്ട്സിന് വണ്ടി നന്നായി പതിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കഴുകാം. കുറച്ച് ചളി കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് വണ്ടി കഴുകണ തന്നെ ഒന്നുട്ടാ. മഴ വരാൻ തുടങ്ങിയിട്ടാ. ഇനിയിപ്പോൾ ഏതായാലും മഴ പെയ്ത വണ്ടി പഴയതുപോലെ നിറച്ച് ചളിയാവും കേട്ടോ. ഫ്രണ്ട്സ്, മഴ നമ്മളെ ചയച്ചിട്ടാ. മഴ പെയ്ത് തുടങ്ങി. നമുക്ക് വണ്ടി വേഗം തന്നെ കയറ്റി വയ്ക്കാട്ടോ. അവിടെ നോക്കി നല്ല ഒച്ച കേൾക്കാണ്ടിട്ട് മഴ വന്നത്. വേഗം കയറ്റി വയ്ക്കാം. നമ്മളല്ലെങ്കിലും കഴുകണ ദിവസമാണ് മഴ പെയ്യുന്നു. ഇന്നലൊക്കെ ഭയ നല്ല വെയിൽ, ആണെങ്കിൽ നല്ല മഴ. നമുക്ക് വണ്ടിയുടെ മുകളിൽ തന്നെ കവറൊക്കെ നന്നാക്കി കഴിക്കണം. കണ്ട നമുക്ക് കഴിക്കണ മുതലേ മൂത്രം വെച്ചിതാക്കിയാൽ ഇതൊക്കെ മൂത്രം വെച്ചിട്ടായി ഉള്ളി പാത്തിയത്.
നമുക്കിത് നന്നായിട്ടൊന്ന് കരിക്കാം. പിന്നെ നമ്മളിനി റേഷൻ കടയ്ക്ക് പോകണം. അത് സെഞ്ചിയും റേഷൻ കാർഡൊക്കെ കൈ പിടിച്ചിട്ടാ. കൂടെ സിനാണ്ട് കേട്ടാ. അവിടെ വേറെ ഒന്ന് കളിക്കുന്നുണ്ട് കേട്ടാ. സ്കൂൾക്ക് പോകാത്ത ആകെ ഒരെണ്ണം മാത്രമുള്ള അവിടെ. ഞങ്ങൾ രണ്ടാളിന്ന് ലീവ് എടുത്തേക്ക. ഹായ്, അവൻ്റെ അടുത്ത് പോയോ കുറേ നേരം വായോ വായോ എന്ന് പറഞ്ഞു. അവനാണ് JCB കൊണ്ട് മണ്ണ് മാന്തി കളിക്കുക. JCBക്ക് തരുമോ? നിങ്ങൾ റേഷൻ കടയ്ക്ക് പോയിട്ട് വരാം. വായു. ഇതാണ് ഇപ്പം നമ്മുടെ റേഷൻ കട കേട്ടോ. സിനാനെ, ഈ റേഷൻ കടയ്ക്ക് വന്നിട്ട് എത്രയായി? കുറച്ചായില്ലേ? മതി. നമ്മളിഞ്ഞ് ഓമക്കായ പൊട്ടിക്കാൻ വേണ്ടി പോകട്ടാ. ഓമക്കായ ഞാൻ ആദ്യം തപ്പി കണ്ടുപിടിക്കണം. എവിടെയാണ് ഓമക്കായ? നിക്കണടാ നമ്മുടെ ഓമക്കായ. അത് വേറെ ആളെ പറമ്പാ? ഓമക്കായ ഇല്ലേ? എന്നെങ്ങനെ പൊട്ടിക്കാനാ? പിന്നെ ഇത് പൊട്ടിക്കാൻ പുതിയ തോട്ട് തന്നെ ഉണ്ടാക്കേണ്ടി വരും. നല്ലതായിട്ടില്ല ഓമക്കായ. ഇവിടെ വേറെ വല്ല ഓമക്കായ വരണ്ട. ഇല്ലേ? നിക്കണ്ടാണ് ഞാൻ ഒരേ മരം. അതാകൂടാ വേറെ ഉള്ള പറമ്പാ? ഇവിടെ വേറെ ഓമക്കായ മരം. അത് തപ്പി വെക്കാം. എവിടെ? ഇതാ നിക്കണു ഓമക്കായ. ടേസ്റ്റ് ഉണ്ടാവില്ല ഓമക്കായ്ക്ക്. ഇതെങ്ങനെ കിട്ടാനാടാ ഈ ഓമക്കായ? അതറ ഇവിടെക്കണേ. ഇതറ ചെറിയ സ്ഥലത്ത് അത് മതി. വേറെ ഉണ്ടാ? അറിയില്ലല്ലോ. നമുക്കിനി തോട്ടി തപ്പി പിടിക്കണം കേട്ടോ. എറിഞ്ഞു പൊട്ടിക്കാനാ? വേണ്ട. ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ വീഡിയോ കാണാൻ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ലൈക്ക് അടിക്കുക. ഓമക്കായ പൊട്ടിക്കണം നമുക്കിനി. ഓമക്കായൊക്കെ ആണെങ്കിൽ ഭയങ്കര വലിപ്പത്തിലാണ്. എന്തിനാ ഇത്ര മുകളിൽ? ഓമക്കായുടെ മരം തന്നെ വലിയ വലിപ്പം. ചെറിയ മരം വെച്ചാൽ മതി. തോട്ടി ഉണ്ടോ നോക്കടാ. പൊട്ടിക്കണ്ട. പേര് വെക്കാന്നേ. ഓമക്കായാണെങ്കിൽ നല്ല വലിപ്പത്തില്ല. തോട്ടിയില്ല. പൊട്ടിക്കണല്ലേ? എന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയെടുത്ത് ചോദിച്ചാൽ തൊട്ടിണോന്ന്. ഓമക്കായ ഒന്നും നമ്മൾ വിചാരിക്കാൻ പോലെ. ഈ പൊട്ടനാണെങ്കിൽ കുലിക്കാൻ നോക്കുക, കുലുക്കിയിട്ട് വീട്ടാൻ നോക്കുക. ഓമക്കായൊക്കെ കുലുങ്ങി അങ്ങോട്ട് വീയോ. ഇപ്പം ഏതായാലും ഓമക്കായ തിന്നണമെന്നുള്ള പൂതി നമ്മളെ നിന്നൂട്ടാ. ഓമക്കായ തോട്ടിയില്ല, നല്ല വലിപ്പത്തില്ല. സാധാരണ മരങ്ങളൊക്കെ ഒരു മീഡിയം ലെവലിൽ വലിപ്പം വരാൻ പാടുള്ളൂ, എന്നാലും പൊട്ടിക്കാൻ സുഖം ഉണ്ടാവുള്ളൂ. ഇത് എന്താ ഇറ്റാന്നറിയോ? ഏതായാലേ ഓമക്കായ പൊട്ടിക്കണ പൂതി നമ്മുടെ നിന്നൂട്ടാ. നമുക്ക് ഞാൻ ഏതായാലും പെരയ്ക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്കും കൊടുക്കുക. അപ്പോൾ ശരി, അപ്പോൾ നാളെ കാണാം.